പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്താ വിഷയമാക്കുന്നത് തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള ഒരനുഭവ സാക്ഷ്യം. ഈശോയുടെ തിരുഹൃദയം ഒരു അനുഭവ സാക്ഷ്യം. ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്ന എന്നെ യേശു തമ്പുരാൻ തേടിയെത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ച ആദ്യകാലങ്ങളിൽ എന്നെ ഏറ്റവുമധികം ആകർഷിച്ചിരുന്നത് തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രമാണ്. തിരുഹൃദയത്തോട് വലിയ സ്നേഹവും ഭക്തിയും എനിക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ പല ഛായാചിത്രങ്ങളുണ്ടെങ്കിലും തിരുഹൃദയം പോലെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ചിത്രം വേറെയില്ല. തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ ചിത്രത്തിന് ജീവനുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. സജീവനായ ഈശോ എന്നെ ഉറ്റുനോക്കുന്ന അനുഭവം, എന്നോട് പിതൃവാത്സല്യത്തോടെയും പെറ്റമ്മയുടെ സ്നേഹത്തോടുകൂടെ ഹൃദ്യമായി സംസാരിക്കുന്ന അനുഭവമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിലും എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ ആ സ്നേഹം തിരിച്ചു കിട്ടുന്ന അനുഭവമായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി എൻ്റെ യേശു അപ്പച്ച എന്ന് ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറയും, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്ന, എന്നെ ലഹരി പിടിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തോടുള്ള എൻ്റെ സ്നേഹം അനുദിനം വളരാൻ തുടങ്ങി. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ട ശക്തി പകരുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ട ശക്തി പകരുകയും നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുകയും ചെയ്യുന്ന ഈശോയുടെ തിരുഹൃദയം, ഇത് എൻ്റെ മാത്രം അനുഭവമല്ല. ചില വ്യക്തികൾ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത്രയും സജീവനായി നമ്മോടിടപെടുന്ന സ്നേഹിതനോടെന്ന പോലെ നമ്മോടിടപെടുന്ന, നമ്മെ കൈപിടിച്ച് നയിക്കുന്ന, പിതൃവാത്സല്യത്തോടെ നമ്മെ താങ്ങുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിലൂടെ അനുഭവിച്ചിരുന്നു. അനേകർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും എന്നോട് സംസാരിക്കുമായിരുന്നു. ചിലരുടെ ഈ അനുഭവം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതെനിക്ക് വെറുതെ തോന്നുന്നതാണോ? യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് ഇപ്രകാരം വ്യക്തിപരമായി സംസാരിക്കുമോ? ഈ തിരുഹൃദയത്തിലൂടെ സംശയിക്കണ്ട, ദൈവം സജീവനായി നമ്മളോട് സംസാരിക്കും, നമ്മോടൊത്ത് വസിക്കുന്നു. ഇമ്മാനുവേൽ അനുഭവം തന്നെയാണ് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അനുഭവം. ചിലപ്പോഴൊക്കെ ഈശോയുടെ തിരുഹൃദയം എന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്രകാരം നമ്മളോട് സംസാരിക്കുമോ ദൈവം? ഇതെനിക്ക് തോന്നുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തോന്നലല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ അനുഭവം പങ്കുവെച്ച് അനേകരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ആകർഷിച്ചടിപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിലൂടെ യഥാർത്ഥത്തിൽ സജീവനായ ഈശോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അനുഭവം. തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്കനുഭവപ്പെടുന്ന ആത്മീയ ആനന്ദവും സമാധാനവും, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന അനുഭവം. മനുഷ്യ മക്കളോടൊത്തു വസിക്കുന്ന സജീവനായ ഈശോ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരോടൊത്തു വസിച്ച് മനുഷ്യരെ വഴികാട്ടി നയിച്ച യേശുതമ്പുരാൻ ഇന്നും നമ്മളോടൊത്തു വസിക്കുന്ന, നമ്മെ വഴികാട്ടി നയിക്കുന്ന, കൈപിടിച്ച് നയിക്കുന്ന അനുഭവമാണ് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ പലരും അനുഭവിക്കുന്നത്. ഈ തിരുഹൃദയ ഭക്തി അനേകരോട് നമുക്ക് പങ്കുവയ്ക്കാം. അനേകരെ
ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിനും ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതിനും ഒക്കെ ഇതുവഴി നമുക്കിടവരട്ടെ. അനേകരെ ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതിനും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിനുമൊക്കെ ഇതുവഴി നമുക്ക് പരിശ്രമിക്കാം. യേശു തമ്പുരാന്റെ തിരുഹൃദയത്തിൻ്റെ രാജ്യം അതിവേഗം ലോകത്ത് വ്യാപിക്കുവാൻ സകലരെയും ഈ സ്നേഹഹൃദയത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തണലിൽ നമുക്ക് അണിനിരക്കാം. തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് ദൈവമക്കളെ ദൈവഭരണത്തിന് കീഴിലാക്കുന്നതിനും ദൈവസ്നേഹം രുചിച്ചറിയുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അനേകരെ ഈ അനുഭവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കാം. പ്രിയമുള്ളവരെ, തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ ലഹരി പിടിപ്പിക്കുന്ന ഈ അനുഭവം നമുക്ക് വിസ്മരിക്കാനാവില്ല. ഈശോയുടെ സ്നേഹഹൃദയം നമ്മെ സ്വന്തമാക്കുന്ന, സ്നേഹം കൊണ്ട് ലഹരി പിടിപ്പിക്കുന്ന, ഉന്മത്തരാക്കുന്ന അനുഭവം മാത്രമല്ല, ഈ സ്നേഹം അനുഭവിക്കുന്നവരൊക്കെ ഈ ദിവ്യ സ്നേഹത്താൽ ഉന്മത്തരാക്കപ്പെട്ട, ആ ദിവ്യ സ്നേഹത്താൽ ഉത്തേജനം സിദ്ധിച്ചവരായി, തീഷ്ണതയോടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ജീവിക്കുന്നതിനിടയാകും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം നമുക്കേവർക്കും ലഭിക്കുവാനും തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാനും ഇടയാകും. എൻ്റെ അനുഭവം അതാണ്. ഈശോയുടെ ദിവ്യഹൃദയം എന്നെ ആ സ്നേഹത്താൽ ലഹരി പിടിപ്പിക്കുന്ന അനുഭവം, ആ സ്നേഹത്താൽ ഉന്മത്തയാക്കുന്ന, എൻ്റെ ജീവിതത്തിന് വലിയ ഉത്തേജനം പകരുന്ന അനുഭവം. ഈ അനുഭവത്തിലേക്ക് സകലരെയും ആകർഷിച്ചടുപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് പങ്കുവയ്ക്കുന്നത്, ഇത് കേൾക്കുന്നവരെല്ലാം തിരുഹൃദയ ഭക്തിയിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഈശോയുടെ സ്നേഹഹൃദയം സകലരെയും തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കട്ടെ. സകലരെയും ഈ ദിവ്യ സ്നേഹ ലഹരിയിൽ ആഴ്ത്തട്ടെ. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യപൂർവം തരണം ചെയ്തു മുന്നേറുന്നതിനും ശക്തി പകരട്ടെ. അനേകർക്ക് ഈ ചൈതന്യം പകരുവാൻ, അനേകരെ ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ രാജ്യം അതിവേഗം ഭൂമിയിൽ വ്യാപിക്കട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ യുഗാന്ത പൂർത്തീകരണത്തിന് ഹേതുവാകട്ടെ. യേശുതമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ അങ്ങയുടെ നാമം പൂജിതമാകാനും അങ്ങയുടെ രാജ്യം വരുവാനും അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാനും ഈശോയുടെ ദിവ്യഹൃദയം സഹായിക്കട്ടെ, നമ്മെ വഴികാട്ടി നയിക്കട്ടെ. ആ സ്നേഹത്താൽ നമ്മെ ഉന്മത്തരാക്കട്ടെ. ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം നമുക്കേവർക്കും നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത പ്രഭാഷണത്തിൽ ബാക്കി തുടരും. അടുത്ത പ്രഭാഷണത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യമാണ്. ഈശോയുടെ ദിവ്യഹൃദയം നാം ഏവരെയും അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ. അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. നമ്മിൽ നിന്ന് അനേകരിലേക്ക് ഈ സ്നേഹം കരകവിഞ്ഞൊഴുകുന്നതിന് ഇടയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.